ഏവർക്കും സ്വാഗതം, വണക്കം, വെൽക്കം. ഇന്നു മുതൽ ഏതാനും വീഡിയോകളിൽ കൂടെ മതത്തോട് യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന വിഷയത്തെപ്പറ്റി സുവിശേഷങ്ങളെ മാത്രം ആസ്പദമാക്കി ചില ചിന്തകൾ ഏവരുമായി ഒരുമിച്ച് അന്വേഷിക്കുകയും പരസ്പരം പങ്കിടുകയും ചെയ്യുക എന്നാണ് വിഭാവന ചെയ്തിട്ടുള്ള ലക്ഷ്യം. ആമുഖമായ ഒരു കാര്യം പറയുക അനിവാര്യമായതുകൊണ്ട് ഞാൻ ഹ്രസ്വമായത് സൂചിപ്പിക്കട്ടെ. മതം യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്, അങ്ങനെ മാത്രമേ ആകാവൂ എന്ന നിർബന്ധം പിടിക്കുന്ന ആരും ഈ വീഡിയോയോ ഇതിനോടനുബന്ധമായ വീഡിയോകളോ കാണരുത്. ഞാൻ അങ്ങനെയുള്ളവരോട് വളരെ സ്നേഹത്തോടെ എളിമയോടെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, മതം യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്ന് വിശ്വസിക്കുകയും അത് മാത്രമേ ആകാവൂ എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ. മതം എന്നത് ദൈവത്തിന് ലോകത്തോടുള്ള കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിണിത ഫലമാണ്. അതുകൊണ്ട് മനുഷ്യാവസ്ഥയുടെ എല്ലാ അംശങ്ങളിലും ദൈവത്തിൻ്റെ ശ്രദ്ധ പതിയുന്നുവെന്ന് മാത്രമല്ല, എല്ലാറ്റിനെ പറ്റിയും മേൽത്തരമായ പ്രതീക്ഷ ദൈവം വെച്ചു പുലർത്തുന്നു എന്ന കാഴ്ചപ്പാടിലാണ് മതങ്ങൾ ഉടലെടുക്കുന്നത്. ഞാൻ ആ കാഴ്ചപ്പാടിനെ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദയവായി ഞാൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പുളിങ്കമ്പ് അതിൽ നിന്ന് അല്പം പോലും ഒന്ന് പിടി അയക്കുവാൻ എനിക്ക് മനസ്സില്ല. ഞാനിപ്പോൾ ഈ കിടക്കുന്ന കിടപ്പ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ചൂട് പോലും മുൻപോട്ട് പോകുവാൻ എനിക്ക് താല്പര്യമില്ല, മനസ്സില്ല എന്ന് വിചാരിക്കുന്നവർ ദയവായി ഈ വീഡിയോ കാണരുത്. ഇവിടെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ചിന്തയെ ഒന്ന് സൂചിപ്പിക്കുന്നതിന് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സുപരിചിതമായ സംഭവം. പക്ഷപാതക്കാരനോട് യേശു പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? നിൻ്റെ കിടക്ക എടുത്ത് എഴുന്നേറ്റ് നടക്കുക. അപ്പം എഴുന്നേറ്റ് നടക്കുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് സുവിശേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് സുവിശേഷവും മതവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നത് ക്രിസ്ത്യാനി മനസ്സിലാക്കാൻ മടിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ വ്യത്യാസം തിരിച്ചറിയാതെ യേശുവിൻ്റെ സുവിശേഷത്തോട് നീതി പാലിപ്പാൻ ആർക്കും കഴിയുകയില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അഭിലഷണീയമാണ് എന്ന് വിചാരിപ്പാൻ സാധ്യമല്ല. ഇത് പല വിധത്തിൽ യേശു തന്നെ സൂചിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാനുള്ള പരിശീലനം മാത്രമാണ് പ്രാപിച്ചതെങ്കിൽ യേശുവിൽ നിന്ന് ഒന്നും പ്രത്യേകിച്ച് പ്രാപിപ്പാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ലൗദോക്യ സഭയുടെ അവസ്ഥയിൽ യേശുവിനെ ഗേറ്റിന് വെളിയിൽ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പരസ്പരം ഘടിപ്പിച്ച് തുറന്നുള്ള ചിന്തയിൽ കൂടെ അവ സൂചിപ്പിക്കുന്ന ആത്യന്തികമായ സത്യത്തെ തിരിച്ചറിയുവാൻ എത്രവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതൊരു സത്യാന്വേഷണ യാത്രയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുവും മതവും, അല്ലെങ്കിൽ മതത്തെപ്പറ്റി യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു, ഇത് അറിയുവാൻ ക്രിസ്ത്യാനികൾക്കെങ്കിലും താല്പര്യമുണ്ടാകും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള അവസ്ഥയിൽ വളരെ സന്തോഷം ജനിപ്പിക്കുന്നൊരു കാര്യം, ക്രിസ്ത്യാനികൾ മാത്രമല്ല, വളരെ നന്മയുള്ള, അന്വേഷണശീലമുള്ള, ഉന്നതമായി ചിന്തിക്കുവാൻ താല്പര്യവും സ്വാതന്ത്ര്യമുള്ള അനേക സഹോദരന്മാർ, അവരെ ഞാൻ അന്യമതസ്ഥർ എന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ സഹോദരങ്ങളെന്ന് മാത്രമേ ഞാൻ ആത്മാർത്ഥമായി അവരെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട് എന്നതാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ഉദ്യമത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രത്യാശ ജനിപ്പിക്കുന്ന ഒരു തിരിച്ചറിവ്. അങ്ങനെയുള്ളവരെ ഞാൻ പ്രത്യേകമായി സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, വിലമതിക്കുന്നു. അവരെ പ്രത്യേകമായി ഈ അന്വേഷണ പരമ്പരയിലേക്ക് സാദരം ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിന്
മതങ്ങളോടുള്ള അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന പ്രതിഭാസത്തോടുള്ള സമീപനം എന്തായിരുന്നു? ഇത് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു പരമ്പര പോലെയാണ്. അതുകൊണ്ട് അനേക വീഡിയോകൾ ഇത് സംബന്ധമായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഏവരുമായി പങ്കിടുന്നതാണ്. ഇത് ആദ്യത്തെ ഒരു കർട്ടൻ റേസർ, ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ 2 വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചുകൊള്ളട്ടെ. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. 2, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 28-ാം വാക്യം. വളരെ സുപരിചിതമാണ്. ആദ്യത്തെ വാക്യം, ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കിക്കളയുവാൻ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നീക്കിക്കളയാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. നീക്കിക്കളയുവാനല്ല, നീക്കുവാനല്ല, നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നത്. വളരെ ശ്രദ്ധേയമാണ്. ആശയ ഗാംഭീര്യമുള്ള പ്രസ്താവനയാണ്. ആശയങ്ങളുടെ ഒരു സാഗരം ഇവിടെ അലയടിക്കുന്നുണ്ട്. അതിനോട് മുഴുവനും നീതി പാലിപ്പാൻ ഒരു ചെറിയ വീഡിയോയിൽ സാധ്യമല്ല, നിങ്ങൾക്കറിയാം. എന്നാലും ചില സൂചനകൾ മാത്രം ഇവരുമായി പങ്കിടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഈ സമയത്ത് പറയും. 2-ാമത്തെ വാക്യത്തിൽ എന്താണ് യേശു പറയുന്നത്? മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ സാബത്ത് ഈസ് മെയ്ഡ് ഫോർ മാൻ ആൻഡ് നോട്ട് മാൻ ഫോർ ദ സാബത്ത്. അപ്പോൾ സാബത്ത് അല്ലെങ്കിൽ ശബത്ത് എന്ന ആശയം കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് മതത്തെ ആകമാനമാണ്. കാരണം നമുക്കറിയാം, യഹൂദ മതത്തിലും ക്രിസ്തു മതത്തിലും മതത്തിൻ്റെ ആകത്തുക ശബത്താണ്. കാരണം ആ ദിവസമാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അത് പുരോഹിതന്മാരുടെ മേൽക്കോയ്മയുടെ ദിവസമാണ്. അതുകൊണ്ട് ശബത്ത് നാളിൽ എന്ത് നടക്കുന്നു എന്നതിൽ മാത്രമേ പുരോഹിതന്മാരുടെ ശ്രദ്ധപ്പെടുകയുള്ളൂ. എന്നാൽ സാധാരണക്കാരായ വിശ്വാസികളുടെ ജീവിതം ശബത്ത് നാളിലല്ല, ആഴ്ചവട്ടത്തിൻ്റെ മറ്റ് 6 ദിവസങ്ങളിലുമാണ്. അതിനെപ്പറ്റി യാതൊരു കരുതലും ചിന്തയുമില്ല, അവിടെ ശ്രദ്ധ പതിയുന്നതുമില്ല. ഈ 6 ദിവസങ്ങളിലുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്, അതിനെപ്പറ്റി എന്തെങ്കിലും ആത്മീയമായ ചുമതല സഭയ്ക്ക് വഹിക്കണമോ എന്ന ചിന്ത ഈ കാലത്ത് ഒട്ടുമേ ഇല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്താണ്, യുക്തി എന്താണ്, ഇവയൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് നല്ലത് മാത്രം ആണ് എന്നത് അറിയാൻ അത്ര പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ഈ 2 വാക്യങ്ങൾ മാത്രം ആസ്പദമാക്കി ചില ചിന്തകൾ നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. അവിടെ യേശു പറയുന്നത്, ഞാൻ ന്യായപ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാൻ വന്നവനല്ല, നിവർത്തിക്കുവാൻ വന്നവനാണ്. ഇതിൽ ഞാൻ ദീർഘനാൾ ധ്യാനിച്ചതിൽ കൂടെ എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്നെനിക്ക് തോന്നുന്നത് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതായത്, മതം മനുഷ്യന് എക്കാലത്തും ആവശ്യമാണ് എന്ന് മനുഷ്യൻ തോന്നിയിരുന്നു. അതിന് പല പല കാരണങ്ങളുണ്ട്. അവയൊന്നും ഞാനിപ്പം എടുത്ത് പറയുന്നില്ല. അത് കാലാകാലങ്ങളിൽ ഞാൻ ഇനിയുള്ള വീഡിയോകൾ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യൻ മതം അനിവാര്യമാണ് എന്ന് ചിന്തിക്കുവാൻ ഇടയായത്. എന്നാൽ ഇപ്പോൾ ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം, എക്കാലത്തും മനുഷ്യൻ മതത്തെ ആശ്രയിച്ചിരുന്നു. പക്ഷേ മനുഷ്യൻ മതത്തോട് എപ്രകാരമുള്ള ബന്ധമാണ് പുലർത്തേണ്ടത് എന്നതിനെപ്പറ്റി കാര്യമായ ചിന്തയോ അന്വേഷണമോ നടന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് സഹായമായി തീരേണ്ട, മനുഷ്യന് വഴികാട്ടിയായി പ്രവർത്തിക്കേണ്ട, ജീവിത വെളിച്ചമായി നിൽക്കേണ്ട മതം അവന് ബലഹീനത വരുത്തി അവനെ ജീവനിൽ നിന്ന് മരണത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടു എന്ന ഒരു ചരിത്ര സത്യം. അതുകൊണ്ടാണ് മതത്തിൻ്റെ ചരിത്രം രക്തച്ചൊരിച്ചിലിൻ്റെ ചരിത്രമായും മനുഷ്യൻ മനുഷ്യനെ വെറുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രമായും ഇന്നും നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു. എത്രയോ എത്രയോ ജനലക്ഷങ്ങളാണ് മതത്തിൻ്റെ പേരിൽ പൊലിഞ്ഞു പോയത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ മതത്തെപ്പറ്റി, മതത്തോട് മനുഷ്യൻ എപ്രകാരമായ ബന്ധമാണ് പാലിക്കുക. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ, വിശ്വാസി എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന മർമ്മം തന്നെ അവൻ സർവോപരി ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവഹിതം ഈ ഭൂമിയിൽ നടപ്പാക്കാൻ അവൻ പ്രതിജ്ഞാബദ്ധനാണ്. അതവൻ്റെ മുൻഗണനയായിരിക്കണം.
എല്ലാറ്റിനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കണം. യേശു പത്രോസിനോട് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 3 തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. ശിമോനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, ദൈവത്തെ സ്നേഹിക്കുന്നുവോ, എന്നിൽ കൂടെ പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ദൈവത്തെ സർവോപരി സ്നേഹിക്കുന്ന ഒരു ജീവിത ദർശനമായിട്ടാണ് മതത്തെ യേശു കണ്ടത്. എന്നാൽ സംഘടിതമായ മതം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മത സംവിധാനത്തെ, സംഘടനയെ, അതിൻ്റെ അധികാരവരേണ്യ വർഗത്തെ സ്ഥാപിക്കുന്ന ഒരു വലിയ അട്ടിമറി എല്ലാ മതത്തിലും എക്കാലത്തും സംഭവിച്ചിട്ടുണ്ട്. അത് മതത്തിൻ്റെ അധപ്പതത്തിൻ്റെ മൂല കാരണമാണ് എന്ന് ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യം നാം ഒരിക്കലും മറന്നു പോകരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിശ്വാസിക്ക് തൻ്റെ മതത്തോട് പുലർത്തുന്ന ബന്ധത്തിൽ പാലിക്കേണ്ട ചുമതല എന്താണ്? ഇതാണ് യേശു ഇവിടെ തൻ്റെ ഉദാഹരണത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. യേശു പറയുന്നു, ഞാൻ യഹൂദ മതത്തോട് ഉള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ യഹൂദ മതത്തിൻ്റെ ശത്രുവല്ല. ഞാൻ യഹൂദ മതത്തിൻ്റെ വെളിയിൽ പോകാൻ താല്പര്യമുള്ളവനല്ല. അതിനെ ഉപേക്ഷിക്കുവാൻ താല്പര്യമുള്ളവനല്ല. എന്നാൽ ഞാൻ യഹൂദ മതത്തോടും അതിൻ്റെ പാരമ്പര്യത്തോടും ബന്ധം പുലർത്തുമ്പോൾ അതിൽ പാലിക്കേണ്ട ഒരാത്മീയമായ അവസ്ഥയെപ്പറ്റി എനിക്ക് നല്ല അവബോധമുണ്ട്. അത് സാധാരണ അല്ലെങ്കിൽ നിലവിലുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ നാം വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട, ചിന്തയിൽ വ്യക്തത പ്രാപിക്കേണ്ട ഒരു വ്യത്യാസം എന്താണ് ഞാൻ സൂചിപ്പിക്കട്ടെ. ബഹുഭൂരിപക്ഷം ആളുകൾ, 99.9% ആളുകളും അവരായിരിക്കുന്ന സഭകളോട് അല്ലെങ്കിൽ അവരുൾപ്പെട്ടിരിക്കുന്ന മതത്തോട് ബന്ധം പുലർത്തുന്നത് ഏതാണ്ട് ഇത്തലുകളുടെ സ്വഭാവത്തിലാണ്. പാരസൈറ്റ്സ്. അതിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് അതിൻ്റെ ആനുകൂല്യം എന്ത് പ്രാപിക്കാം. ഒന്നുകിൽ സഭയിൽ കൂടെ ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്തി ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അർഹിക്കാത്ത ആനുകൂല്യം പ്രാപിക്കാം. അല്ലെങ്കിൽ അത് വേണ്ട, സഭാ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തി സഭാ സംഘടനയിൽ നിന്ന്, സഭയുടെ സ്വത്തിൽ നിന്ന്, എൻ്റെ ഭൗതികമായ സാധ്യതകളിൽ നിന്ന് എന്തെല്ലാം ആനുകൂല്യം എനിക്ക് നിലനിർത്താം, പ്രാപിക്കാം. അതുകൊണ്ടാണ് നിങ്ങളൊരു 100 ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ സഭയിൽ നിന്നുള്ള പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും മാമോദിസ, വിവാഹം, ശവടക്ക്. ഇതിനപ്പുറത്ത് ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ധാർമ്മികമായ പ്രതീക്ഷയില്ല, സാംസ്കാരിക മേന്മയുണ്ടാകുന്ന പ്രതീക്ഷയില്ല, ആത്മീയമായ മാർഗദർശനം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വളരുവാനുള്ള പ്രേരണ സഭയിൽ നിന്ന് ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. 3 കാര്യങ്ങളാണ് എല്ലാവരും എന്നോട് പറയുന്നത്. മാമോദീസ, വിവാഹം, ശവം. ശിശു, വരൻ, വധു, ശവം. ഇതിനപ്പുറത്ത് ഒരു ദർശനം നമുക്കില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് നാം ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നാം സഭയോടും ദൈവത്തോടും ബന്ധം പുലർത്തുന്നത് എനിക്ക് എന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ക്രിസ്ത്യാനികൾ കിട്ടന്മാരാണ് എന്ന് പറയും. എനിക്ക് കിട്ടും. ഇതല്ലാതെ നാം ചിന്തിക്കാറില്ല. എന്നാൽ യേശു പറയുന്നു, അതല്ല നിങ്ങൾ പാലിക്കേണ്ട ബന്ധം, അതായിരിക്കരുത് നിങ്ങളുടെ നിലപാട്. നിങ്ങൾ സഭയോട് ബന്ധം പുലർത്തുമ്പോൾ നിങ്ങൾ കൈക്കൊള്ളേണ്ട നിലപാടും നിങ്ങൾ ശിരസ ഏറ്റുവാങ്ങേണ്ട ചുമതലയുണ്ട്. അതെന്താണ്? നിങ്ങളുടെ സഭ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അത് അപൂർണമാണ്. അതിൽ നന്മയുണ്ട്, നന്മയുടെ സാധ്യതകളുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അതിങ്ങനെ അപൂർണവും ഏതാണ്ട് മർത്യവുമായ അവസ്ഥയിലാണ്. ഇപ്പോൾ സന്ദേശിലെ സഭയോട് പറയുന്ന പോലെ, നിനക്ക് ജീവിക്കുന്നവരെന്ന് പേരുണ്ടെങ്കിൽ നീ മൃതപ്രായനാണ്. യു ആർ ദ നെയിം ഓഫ് ബീയിങ് എലൈവ് ബട്ട് യു ആർ ഡെഡ്. അല്ലെങ്കിൽ ലൗദോക്യ സഭയോട് പറയുന്നില്ല, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാണ്, അതുകൊണ്ട് നിന്നെ എൻ്റെ വായിൽ ഞാൻ ഉമിണ്ണുകളെ തുപ്പിക്കളയും. നീ അത്രമാത്രം
എനിക്ക് അസ്വീകാര്യമാണ് എന്നാണ്. അപ്പോൾ ഇത് ഓരോ സഭയുടെയും അവസ്ഥയാണ്. മതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് നാം മതത്തോട് ബന്ധം പുലർത്തുമ്പോൾ അതിൽ ഞാഞ്ഞൂലുകൾ മനുഷ്യൻ്റെ ആമാശയത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് അവിടെയുള്ള എന്തെങ്കിലും പദാർത്ഥം കഴിച്ച് അവസാനം വരെയും ജീവിക്കാമെന്ന് എന്ന് കരുതുന്ന പോലെ ആയിപ്പോകരുത്. പിന്നെയോ ഒരു ചുമതല ബോധത്തോടുകൂടെ വേണം നാം സഭകളോടും മതങ്ങളോടും ബന്ധം പുലർത്തുവാൻ. എന്താണ് ചുമതല എന്നാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യപുത്രൻ വന്നത് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കിക്കളയുവാനല്ല, നിവർത്തിക്കുവാനത്രേ. ഇവിടെ രണ്ട് സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് നീക്കിക്കളയുക, രണ്ട് നിവർത്തിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അന്നത്തെ യഹൂദ മത നേതൃത്വം ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കിക്കളയുകയായിരുന്നു, അതോ നിവർത്തിക്കുകയായിരുന്നു? യേശു പറയും അവർ നീക്കിക്കളയുകയായിരുന്നു. എന്താണ് കാരണം? ഈ പറയുന്ന കാര്യങ്ങളിലെ നല്ലതായ ദൈവിക അംശമുള്ള ഒന്നും യഹൂദ പുരോഹിത വർഗത്തിൻ്റെ മേൽക്കോയ്മയിൽ സ്ഥിതി ചെയ്ത മതദർശനത്തിലും ആചാരങ്ങളിലും ഇല്ലായിരുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ പേര് എല്ലാ ദിവസവും 1000 തവണ എടുക്കുമെങ്കിലും അത് 10 കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്നത് ലംഘിച്ചുകൊണ്ട്, എൻ്റെ നാമം നിങ്ങൾ വൃഥാ എടുക്കരുത് എന്നത് ലംഘിച്ചുകൊണ്ട് വാ തുറന്നാലുള്ള ദൈവം ദൈവം ദൈവം, പക്ഷെ പ്രവൃത്തിയിലില്ല. അപ്പോൾ പണ്ട് ശ്രീനാരായണ ഗുരുവിനോട് ആരോ ചെന്ന് പരാതി പറഞ്ഞു. വാഗ്ഭടൻ സ്വാമി വാഗ്ഭടൻ ഇങ്ങനെ പറയുന്നു, ദൈവമില്ല എന്ന് പറയുന്നു, അദ്ദേഹത്തെ ഒന്ന് വിലക്കണം എന്ന് പറഞ്ഞപ്പോൾ നാരായണ ഗുരു എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ദൈവമില്ലായിരിക്കും, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പരാതി കൊണ്ടുവന്ന ആളുകൾ പരാതി മുഴുവൻ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയി എന്നൊരു, ഇത് കഥയല്ല, നടന്ന സംഭവം തന്നെയാണ്. അപ്പോൾ പ്രവൃത്തിയിൽ, എന്നാൽ യഹൂദ മത പ്രമാണികൾ അല്ലെങ്കിൽ പുരോഹിത മേൽക്കോയ്മയിൽ വാക്കുകളുണ്ട്, പക്ഷേ പ്രവൃത്തിയില്ല. പ്രവൃത്തിയിൽ കൂടെ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിരാകരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ മതം സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് യേശു പറയുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയോട് സഹകരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ വലിയ ഒരു ഉത്തരവാദിത്വം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതെന്താണ്? പുരോഹിത വർഗത്തിൻ്റെ കാഴ്ചപ്പാടിനെയും താല്പര്യങ്ങളെയും അജണ്ടകളെയും അതിജീവിച്ചുകൊണ്ട് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിവർത്തിക്കുന്ന, ഫുൾഫില്ല് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സഭ വളരണം, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മതം വളരണം എന്ന ഒരു നിർബന്ധം നിങ്ങളിൽ പ്രവർത്തിക്കണം. നിങ്ങളതിൻ്റെ സാക്ഷികളായിരിക്കണം. നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുമ്പോൾ നിങ്ങളിൽ ഒരു വലിയ ചുമതല താനേ വന്നു ചേരുന്നു എന്ന് മനസ്സിലാക്കുക. അതെന്താണ്? യേശുവിൽ കൂടെ നാം പ്രാപിച്ച ആ ആത്മീയ ദർശനം, ദൈവരാജ്യത്തിൻ്റെ ദർശനം, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ സംസ്കാരം എന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്താണ് എന്ന 4 സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഏതെങ്കിലും അംശത്തിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ ഈ 2000 വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയാതിരുന്നതിൻ്റെ കാര്യം എന്താണ്? ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ എല്ലാവരും പാരസൈറ്റ്സ് ആയിട്ടാണ് സഭയോട് ബന്ധം പുലർത്തുന്നത്. എന്നാൽ സഭ ദൈവരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന അവകാശപ്പെടുമ്പോൾ ന്യായമായും ഒരു വിശ്വാസി ചോദിക്കേണ്ട ചോദ്യം, ഈ ദൈവരാജ്യ സങ്കല്പത്തെ പൂർത്തീകരിക്കത്തക്കവണ്ണം, നിവൃത്തിയാക്കത്തക്കവണ്ണം സഭ ഏത് ദൗത്യമാണ്, ഏത് ജീവിത രീതിയാണ്, ഏത് ആത്മീയമായ ദർശനമാണ് ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാമെന്നെങ്കിലും പറയണ്ടേ? ആരും പറയില്ല. കാരണം എല്ലാവരും ചെയ്യുന്നത് പോലെ, എക്കാലത്തും ചെയ്തതുപോലെ യേശു ഈ ലോകത്ത് വന്നില്ല, അവനിങ്ങനെ ഒരു ആശയം തന്നില്ല, അവനൊരു പുതിയ ആത്മീയമായ ദർശനം പ്രദാനം ചെയ്തില്ല എന്ന വിധത്തിൽ യേശുവിൻ്റെ ജീവിതത്തെയും പരസ്യ ശുശ്രൂഷയെ 100% റദ്ദാക്കത്തക്ക വിധത്തിൽ പഴയ നിയമത്തിൽ അപ്രകാരമാണ് യഹൂദൻ അവരുടെ പുരോഹിത വർഗത്തിൻ്റെ മേൽക്കോയ്മയിൽ മാത്രം ആശ്രയിച്ച്
അതിൻ്റെ അവർ സൃഷ്ടിച്ചു വെച്ച മതസംവിധാനത്തിൻ്റെ മതപ്രസ്ഥാനത്തിൻ്റെ ഇത്രകളായി അതിൽ നിന്ന് കിട്ടാവുന്ന ഔദാര്യങ്ങൾ മാത്രം പ്രാപിച്ച് വളരെ തുച്ഛമായ രീതിയിൽ ജീവിതം നശിപ്പിച്ച് ജീവിതം കഴിച്ച് പാഴാക്കി പോയ അതേ പാരമ്പര്യത്തിലാണ് നാം വാസ്തവത്തിൽ യേശുവിൻ്റെ അനുയായികളെല്ലാം നാം യഹൂദന്മാരല്ലാത്ത യഹൂദന്മാരാണ്. വംശപരമായ യഹൂദന്മാരല്ലെങ്കിലും മതപരമായ യഹൂദന്മാരാണ് നാം. അല്ലാതെ അല്പം പോലും വ്യത്യാസം നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സഭയിൽ കൂടെ സഭ യേശുവിൻ്റെ ശരീരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സഭ യേശുവിൻ്റെ വധുവാണ്, ദ ബ്രൈഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഒരു ദർശനം അനിവാര്യമാണ്. എന്താണ്? നിവർത്തിക്കേണ്ട ഒരു കടമ, എല്ലാം നിവർത്തിക്കേണ്ട, ഫുൾഫില്ല് ചെയ്യേണ്ട ഒരു കടമ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിത് ചുമ്മാ ഒരു ഉദാഹരണം പറയുന്നു, ആരും എന്നോട് പരാതി പറയരുത്. ഞാൻ വിലമതിക്കുന്ന മാർത്തോമാ സഭ, അത് ഒരു പ്രത്യേക ദർശനത്തോടുകൂടെ ആരംഭിച്ചതാണ്. ഒരു നവീകരണ പ്രസ്ഥാനമായി ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്ന് ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകേണ്ടതിന് ഞങ്ങൾ വെളിച്ചം പ്രാപിച്ചിരിക്കുന്നുവെന്ന അവകാശത്തോടെ ലൈറ്റ് ടു ലൈറ്റൻ എന്ന ആപ്തവാക്യത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള സഭ. അതിലെ അംഗങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഏത് ആത്മീയ ദർശനത്തോടുകൂടെ ഞങ്ങളുടെ ഈ അസ്തിത്വം പ്രാപിച്ചു ആരംഭിച്ചു, അത് യഥാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നൊരന്വേഷണം. നിവർത്തിക്കപ്പെടുന്നില്ല എങ്കിൽ എങ്ങനെ നിവർത്തിക്കപ്പെടാൻ സാധിക്കുമെന്നൊരു അന്വേഷണം. ആ അന്വേഷണം ആത്മാവിലും സത്യത്തിൽ നിർവഹിക്കുന്നതാണ് ഒരു മാരാമൺ കൺവെൻഷൻ നടത്തുന്നതിനേക്കാൾ 10,000 ഇരട്ടി കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ. ഇപ്പം മാരാമൺ കൺവെൻഷൻ പോലും അങ്ങനെ ഒരു അന്വേഷണം നടത്തേണ്ട വേദിയായിരിക്കണം. മാർത്തോമാ സഭയുടെ പൈതൃകം, ആത്മീകമായ പൈതൃകം, സഭാപരമായ ഭൗതികമായ ഘടനാപരമായ പൈതൃകത്തെ പറ്റിയല്ല ഞാനീ പറയുന്നത്. ആത്മീകമായ പൈതൃകം, അതായത് ഒരു ആത്മീയ നവീകരണ പ്രസ്ഥാനം, ലോകത്തിന് വെളിച്ചം നൽകുവാനായി ഇറങ്ങിത്തിരിച്ചൊരു പ്രസ്ഥാനം, ആരംഭിച്ച പ്രസ്ഥാനം, അത് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ, നിവൃത്തിയാക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും അത് പൂർത്തിയാക്കപ്പെടത്തക്കവണ്ണം മാർത്തോമാ വിശ്വാസികളെ ക്രമീകരിക്കുകയും സജ്ജീകരിക്കുകയും പരിശീലിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഒരാത്മീകമായ ഉണർവിൻ്റെ അനുഭവമായി മാരാമൺ നിലനിൽക്കേണ്ടതാണ്. അങ്ങനെയാണ് ഇത് ആരംഭിച്ചത്. പക്ഷേ അത് 100% വഴിവിട്ടുപോയി എന്ന് ഞാൻ പറയുമ്പോൾ മാർത്തോമാ സഭയോട് തലയിൽ ആൾതാമസമില്ല പോലെ പ്രതികരിക്കുന്ന ചില എരിവുകാർ എൻ്റെ നേരെ കുറച്ചുകൊണ്ട് ചാടും, എനിക്കറിയാം. അവർ മാർത്തോമാക്കാരുടെ സഹായികളാണെന്നോ സംരക്ഷകരാണെന്നോ കൂട്ടുകാരാണെന്നോ എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരമുണ്ട്. ഒരു സഭ അതിൻ്റെ അപൂർണതയിൽ അപര്യാപ്തതയിൽ തങ്ങിക്കിടക്കുന്നത്, അതിൻ്റെ സാധ്യതകളെ നിരാകരിച്ച് ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്നതാണ്. അതിന് വളം വെച്ച് കൊടുക്കുന്നതാണ് സഭയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ നീതി എന്ന് വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് യേശു നൽകുന്ന ഒരു തിരിച്ചറിവാണ്. എന്താണ്? നാം സഭകളോട് ബന്ധം പുലർത്തുമ്പോൾ അതിലെ ഇത്തലുകളായിട്ടല്ല, അതിൽ അന്വേഷിക്കുന്നവരായി. എന്താണ്? ന്യായപ്രമാണവും പ്രവാചകന്മാരും എപ്രകാരം നിവർത്തിക്കപ്പെടുവാൻ സാധിക്കുമെന്ന് യേശു അന്വേഷിച്ചതുപോലെ യേശുവിന് ശേഷം യേശു നൽകിയ ഈ വലിയ ആത്മീയമായ ദർശനം എൻ്റെ സഭയിൽ കൂടെ എപ്രകാരം നിവർത്തിക്കപ്പെടുവാൻ സാധിക്കും, അതിനെപ്രകാരമാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നിവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ നീക്കപ്പെട്ടു പോകും. ദാറ്റ് വിച്ച് ഈസ് നോട്ട് ബീങ് കണ്ടിന്യൂലി ഫുൾഫിൽഡ് will be eliminated, will be lost. ഇതാണ് അതിനകത്തെ അവസ്ഥ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ മാരാമണ് പ്രസംഗിച്ച കാലത്ത്, അന്ന് ക്രിസോസ്റ്റം തിരുമേനിയായിരുന്നു മെത്രാപ്പോലിത്ത. അദ്ദേഹം ആ പ്രാരംഭയോഗത്തിൽ പ്രസംഗിക്കവേ ഒരു ചോദ്യം ചോദിച്ചു. അതെന്താണ്? ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, നിങ്ങൾ ആലോചിച്ച് മറുപടി പറയണം. നമ്മുടെ മാർത്തോമാ സഭ ഇന്ന് ഇല്ലാതായാൽ
ലോകത്തിൽ അതുകൊണ്ട് വല്ല നഷ്ടമുണ്ട്? കേരളത്തിൽ ആരെങ്കിലും അയ്യോ മാർത്തോമ സഭ ഇല്ലാതായിപ്പോയി എന്ന് വിലപിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് ഉത്തരം പറഞ്ഞ് എന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് നേരം മിണ്ടായിരുന്നു, ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഞാൻ പറയാം ആർക്കും ഒരു പ്രയാസവും വരത്തില്ല, മാർത്തോമാ സഭയെക്കൊണ്ട് ആർക്കും വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് അവിടെ ഇരുന്ന മാർത്തോമാക്കാർ ഓർക്കും, സംശയമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, മാർത്തോമാ സഭയുടെ പരമോന്നത അധികാരിയായ മെത്രാപ്പോലീത്ത പറഞ്ഞതാണ്. അപ്പോൾ ഇത് അദ്ദേഹം സത്യമാണ് പറഞ്ഞത്. ഈ ഒരു അവസ്ഥയെപ്പറ്റി അദ്ദേഹം എന്നോട് വളരെ വേദനയോടെ പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം. പക്ഷേ ഞാൻ മാരാമണ്ഡലം അദ്ദേഹം പറഞ്ഞ് ഉദ്ധരിച്ചത് അത് കേട്ടിരുന്ന അനേകം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം ദയവായി മനസ്സിലാക്കുക. ഞാൻ 2 വാക്യങ്ങളെ ആസ്പദമാക്കി ഈ ആശയം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തന്നെ 26 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ അടുത്ത വാക്യം, അതായത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചിന്തകൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഹ്രസ്വമായി പറയട്ടെ. മതത്തോടുള്ള യേശുവിൻ്റെ സമീപനം, ഏത് മതമാണെങ്കിലും അതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഒരു ചുമതല ബോധത്തോടുകൂടെ പങ്കെടുക്കണം. ആ ചുമതല എന്താണ്? ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഈ മത പാരമ്പര്യം, ഈ ആത്മീകമായ ദർശനം, അതിപ്പോൾ അതിൻ്റെ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. അത് പൂർണ്ണതയിലേക്ക് അത് അനുദിനം പുരോഗമിക്കുവാൻ സഭ എപ്രകാരമായിരിക്കണം, ഞാൻ എപ്രകാരം അതിൽ പങ്കെടുക്കണം എന്ന നിരന്തരമായ അന്വേഷണത്തിൽ കൂടെ ആയിരിക്കണം. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുമതല ബോധത്തിൻ്റെ അടിത്തറയിലായിരിക്കണം വിശ്വാസികൾ സഭാജീവിതത്തിൽ പങ്കെടുക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ കാഴ്ചപ്പാട് എന്താണ്? ആരെങ്കിലും സഭയുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ ഞെട്ടിപ്പിക്കുന്ന പ്രശ്നങ്ങളോ അനീതികളോ നാണക്കേടോ ഉണ്ട്, അത് ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ തല തല്ലിപ്പൊളിക്കണം എന്നതാണ്. അതാണ് ഞാൻ മാർത്തോമാക്കാരൻ്റെ എരിവ് എന്ന് വിശ്വസിക്കുന്ന. ഇത് മാർത്തോമാക്കാരുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ സഭയിലെയും. കത്തോലിക്കരാണെങ്കിൽ പറയാൻ വേണ്ട, എല്ലാവരും ഇതേ പണം. അപ്പോൾ പൊതുവായ ഒരു രോഗത്തെ പറ്റിയാണ് ഞാൻ യേശുവിൻ്റെ പ്രസ്താവനയുടെ പിൻബലത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ദയവായി അന്വേഷിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നിങ്ങൾ പൊതുവായൊന്ന് വായിക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ 17-ാം വാക്യം ഒരു 2-3 തവണ വായിക്കുകയും ഒക്കുമെങ്കിൽ കാണാപ്പാഠം പഠിക്കുകയും ചെയ്ത് മനസ്സിൽ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അത്ഭുതാവഹമായ സമകാലീന പ്രസക്തമായ കരുതലും ആശയങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം അധപ്പതിച്ചതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം ഈ വിഷയം ഉപസംഹരിക്കുകയാണ്. തുടർന്നുള്ള ചിന്തകൾ ഇനിയും ഉള്ള ദിവസങ്ങളിൽ അടിക്കടി ഏവരുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നതായിരിക്കും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു.